ആള് കാണാൻ നല്ല സ്മാർട്ടാണല്ലോ. പിന്നെന്താ ഗ്യാപ്പ് ഇടാൻ? അത്രയ്ക്ക് ഡീസൻ്റ് അല്ല. അല്ല, ആള് പാവാണ്. ആക്ച്വലി ഹീസ് എ നൈസ് ഗൈ. അതെന്താ നൈസ് ഗൈസിനോട് വലിയ താല്പര്യമില്ല? അങ്ങനെയല്ല. ആമി കളിയാക്കില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയട്ടെ. ഏയ് മീര പറഞ്ഞു. രോഹിത് എൻ്റെ ഒരു ടൈപ്പല്ല. അപ്പം മീരയുടെ ടൈപ്പ് എന്താ ശരിക്കും? എന്താ പറയുക, കുറച്ച് തടിച്ചിട്ട് നല്ല കവിളൊക്കെ ആയിട്ട് ചബ്ബിയായിട്ടുള്ള, സത്യം പറഞ്ഞ ഒരു തനി നാടൻ ലുക്ക്. അല്ല, കല്യാണമൊക്കെ കഴിഞ്ഞാൽ എല്ലാവരും ഇങ്ങനെയൊക്കെ ആവുമെന്ന് അറിയാം. പിന്നെ സ്വഭാവത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഒട്ടും ഈഗോ ഇല്ലാത്ത, നല്ല ഇന്നസെൻ്റായ, പിന്നെ നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി തരുന്ന അങ്ങനെ ഒരു ചെക്കൻ. നൈസ്. എന്നിട്ട് അങ്ങനെ ആരെങ്കിലും വന്നോ? വരുമായിരിക്കും. ചൂടുണ്ട്. താങ്ക്സ്. ഇവനെന്താ? വജസ്, നെക്സ്റ്റ് വീക്ക് എൻ്റെ കസിൻ ബ്രദറിൻ്റെ വെഡിങ്ങാ. അപ്പോൾ നെക്സ്റ്റ് വീക്കെൻഡ് ഞാൻ ഉണ്ടാവില്ല. ആക്ച്വലി ഡേ ആഫ്റ്റർ ടുമാറോ ഞാൻ പോവും. ഞങ്ങൾ കസിൻസ് എല്ലാവരും കൂടെ ബ്രദറിനൊരു ബാച്ചിലർ പാർട്ടി പ്ലാൻ ചെയ്യുന്നുണ്ട്. വജസ് വരുന്നോ? ഇവിടെ അടുത്തൊരു റിസോർട്ടിൽ വെച്ചിട്ടാ. സ്റ്റേ ഒക്കെ ഉണ്ട്. സൺഡേ വെഡിങ് ഒക്കെ കൂടിയിട്ട് പോവാം. എടാ, ഈ ചില പെമ്പിള്ളേർക്ക് ഈ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ആളുകളോട് വലിയ താല്പര്യമൊന്നുമില്ല. അതുകൊണ്ട് നിനക്ക് ഇച്ചിരി ആറ്റിറ്റ്യൂഡൊക്കെ ആവാം. നീ കേട്ടിട്ടില്ലേ, ബി വാല്യുബിൾ നോട്ട് അവൈലബിൾ. ഞാൻ ഇല്ല മീര, നമ്മളിപ്പോൾ കുറച്ചാളായിട്ട് എല്ലാ വീക്സും കറക്കമല്ലേ. എനിക്ക് വീട്ടിൽ കുറച്ച് പണി പെൻഡിങ് ഉണ്ട്. അമ്മയും കുറച്ചാളായിട്ട് പറയുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്ത് തീർക്കണം. പിന്നെ നിങ്ങൾ കസിൻസ് എടുത്തുന്ന പരിപാടിക്ക് ഞാൻ എന്ത് ചെയ്യാനാ? അത് ശരിയാവില്ലല്ലോ. പോട്ടെ. ഓക്കെ.